സർക്കാരിന്റെ രാഷ്ട്രീയ പ്രേരിതമായ സാമ്പത്തിക നയങ്ങൾക്കെതിരെയും കേരളത്തോടുള്ള അവഗണനയ്ക്കുമെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് പ്രതിഷേധ സത്യാഗ്രഹം നടക്കും. കേരളത്തിലെ മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, എൽഡിഎഫ് ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സമരത്തിൽ പൂർണ്ണസമയം അണിനിരക്കും. വൈകിട്ട് 5 മണിവരെയാണ് സത്യാഗ്രഹം നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു സമരമുഖമാണ് ഇന്ന് തുറക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൈവരിച്ച സമാനതകളില്ലാത്ത പുരോഗതിയെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ മുടക്കുക, ലൈഫ് മിഷൻ പോലുള്ള വികസന പദ്ധതികൾക്ക് തടയിടുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് കേന്ദ്രത്തിനുള്ളതെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നു. ജനപ്രതിനിധികൾക്കൊപ്പം രാഷ്ട്രീയ ഭേദമന്യേ നാടൊന്നാകെ ഈ പോരാട്ടത്തിൽ പങ്കുചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം കേരളത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് സംബന്ധിച്ച ഞെട്ടിക്കുന്ന കണക്കുകൾ മുഖ്യമന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ലഭിക്കേണ്ട 12,000 കോടി രൂപയുടെ വായ്പാ അനുമതിയിൽ 5,900 കോടി രൂപയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. ഇത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ സാരമായി ബാധിക്കും. ബജറ്റിന് പുറത്തെടുത്ത വായ്പകളുടെ പേര് പറഞ്ഞ് 17,000 കോടി രൂപയുടെ കുറവാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വരുത്തിയിരിക്കുന്നത്. കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ വഴി നടത്തിയ വികസന പ്രവർത്തനങ്ങളെ തടയാനാണ് ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ കേന്ദ്രം ഉയർത്തുന്നതെന്ന് എൽഡിഎഫ് നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കേരളം നൽകിയ 6,000 കോടി രൂപയ്ക്ക് പകരമായി വായ്പ എടുക്കാനുള്ള അനുമതിയും കേന്ദ്രം തടഞ്ഞുവെച്ചിരിക്കുകയാണ്. സംസ്ഥാനം വികസനത്തിനായി ചിലവഴിക്കുന്ന തുകയ്ക്ക് പോലും വായ്പാ അനുമതി നൽകാതെ കേന്ദ്രം പകപോക്കുകയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. IGST റിക്കവറി എന്ന പേരിൽ സംസ്ഥാനത്തിന് അർഹമായ 965 കോടി രൂപ കേന്ദ്രം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായ വിഹിതം പോലും നൽകാത്തത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് റവന്യൂ വരുമാനത്തിന് 73% വരെ കേന്ദ്ര വിഹിതമായി ലഭിക്കുമ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് വെറും 25% മാത്രമാണ്. കേരളം സ്വന്തം നിലയിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്ന കാരണത്താൽ കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് ശിക്ഷാ നടപടിക്ക് തുല്യമാണെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. നെല്ല് സംഭരണം, സമഗ്ര ശിക്ഷ കേരള, ജലജീവൻ മിഷൻ തുടങ്ങിയ പദ്ധതികൾക്കായി കേന്ദ്രം നൽകാനുള്ള 5,784 കോടി രൂപയുടെ കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല. ഈ കുടിശ്ശിക നൽകാത്തത് സംസ്ഥാനത്തെ കർഷകരെയും വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതികൾ, യുവാക്കൾക്കായി ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് തുടങ്ങിയ ജനകീയ വികസന പദ്ധതികളെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര നീക്കങ്ങളെ കേരളം ഒരു ഇഞ്ച് പോലും പിന്നോട്ടു പോകാതെ ചെറുക്കുമെന്നും മുഖ്യമന്ത്രി സത്യാഗ്രഹത്തിന് മുന്നോടിയായി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ ആകെ കടം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 24.88% മാത്രമാണ്. ഇത് ദേശീയ ശരാശരിയായ 26.11% കുറവാണ്. കടമെടുക്കുന്നതിൽ നിയന്ത്രണം പാലിച്ചിട്ടും കേരളത്തിനുമേൽ കടുത്ത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു. കേന്ദ്രത്തിന്റെ ഇത്തരം ശ്വാസം മുട്ടിക്കൽ നടപടികൾക്കിടയിലും കേരളത്തിന്റെ ആളോഹരി വരുമാനം വർദ്ധിച്ചത് സർക്കാരിന്റെ കാര്യക്ഷമമായ ധനമാനേജ്മെന്റ് മൂലമാണെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. 2016 1,66,246 രൂപയായിരുന്ന ആളോഹരി വരുമാനം ഇപ്പോൾ 3,08,338 രൂപയായി ഉയർന്നിട്ടുണ്ട്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന സമരം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാകും. ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ തെരുവിലിറങ്ങുന്നത് വലിയ ദേശീയ ശ്രദ്ധ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. LDF നേതാക്കൾക്കൊപ്പം വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായ പ്രതിഷേധം ഉയർത്തേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് സാംസ്കാരിക നായകർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർത്ത LDF സർക്കാരിന്റെ സ്വീകാര്യത ഇല്ലാതാക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ വികസന പാതയിൽ കേരളം തളരില്ലെന്നും ഈ പ്രതിഷേധം ഡൽഹിയിലെ അധികാര സിംഹാസനങ്ങളെ വിറപ്പിക്കുമെന്നും സമരത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ പറഞ്ഞു. വൈകുന്നേരം 5 മണി വരെ നീളുന്ന സത്യാഗ്രഹത്തിൽ ഓരോ മണിക്കൂറിലും വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കുചേരും. സത്യാഗ്രഹത്തിനിടയിൽ കേന്ദ്ര സാമ്പത്തിക നയങ്ങൾക്കെതിരായ വിശദമായ പ്രസംഗങ്ങളും ചർച്ചകളും നടക്കും. സമരത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മന്ത്രിമാരും ജനപ്രതിനിധികളും വൻതോതിൽ എത്തുന്നതിനാൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ ആത്മാഭിമാനം കാക്കാനുള്ള പോരാട്ടമായാണ് പാളയത്തെ സമരത്തെ അണികൾ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി ഡൽഹിയിലും സമാനമായ രീതിയിൽ സമരം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ കേരളത്തിന്റെ തലസ്ഥാനത്തും സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രം നിലപാട് മാറ്റുന്നതുവരെ പ്രക്ഷോഭങ്ങൾ തുടരാനാണ് LDFന്റെ തീരുമാനം. വികസനത്തിന് തുരങ്കം വെക്കുന്ന ശക്തികളെ തിരിച്ചറിയണമെന്നും ഈ പോരാട്ടത്തിൽ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും അണിനിരക്കണമെന്നുമുള്ള അഭ്യർത്ഥനയോടെയാണ് മുഖ്യമന്ത്രി സമരത്തിന് തിരികൊളുത്തിയത്. കേരളത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായുള്ള വലിയൊരു യുദ്ധത്തിന് തുടക്കമായാണ് ഈ സത്യാഗ്രഹ സമരം വിലയിരുത്തപ്പെടുന്നത്.